മക്കളെ എന്ത് പറ്റിയടാ ഇന്നലെയും ഇങ്ങനെ ആയിപ്പോയല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ എന്നെക്കൊണ്ട് പറ്റുന്നില്ല അച്ഛാന്ന് പറഞ്ഞു. മൂന്നാമത്തെ കളി അഹമ്മദാബാദിൽ. എന്നെക്കൊണ്ട് പറ്റുന്നില്ല അച്ഛാന്ന് പറഞ്ഞു. അവൻ്റെ ഒരു സൗണ്ടിനൊരു ഇടർച്ച വന്നു. ശരി, ഞാൻ പറഞ്ഞു നീ വൈ, നീ നന്നായി നീ വൈ, നമുക്ക് കാണാം എന്ന് ഞാൻ അവനോട് പറഞ്ഞു. ഞാൻ ഉടനെ ടിക്കറ്റിന് അറേഞ്ച് ചെയ്ത് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞാൻ അഹമ്മദാബാദിൽ അവൻ്റെ അടുത്ത് പോയി അവനോട് കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ടും അവിടെ അന്നത്തെ കളിയിലും ബോൾഡായ ബോൾ അകത്ത് കയറി, ഒരു ബാഡ് ലക്ക്, ഒരു വല്ലാത്തൊരു ബോൾ അകത്ത് നുഴഞ്ഞ് കയറി ബോൾഡായിപ്പോയി. പിന്നെ അവൻ ആ ഉടനീളം 5 മാച്ചും നാശമായി പോയി. അവൻ്റെ ഒരു ഭയങ്കര കോൺഫിഡൻസ് കുറവ് ഭയങ്കരമായിട്ട് അവിടെ ഫീൽ ചെയ്ത് അവൻ രണ്ടാമത്തെ മാച്ചിൽ ഔട്ടായിട്ട് രാവിലെ ഞാൻ അവന് ഫോണിൽ സംസാരിക്കുമ്പോൾ അവൻ്റെ സൗണ്ട് ഞാൻ ഫീൽ ചെയ്തു. സൗണ്ട് അവൻ ഇടറുന്നു, എന്നെ കൊണ്ട് പറ്റുന്നില്ല അച്ഛാന്ന്. അങ്ങനെ ഇന്നവരെ അങ്ങനെ ഒരു വാക്ക് അവൻ്റെ വായിൽ നിന്ന് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ അവനെ പോയി കാണണമെന്ന് തോന്നി. അന്ന് എന്നെ പോയി ടിക്കറ്റ് എടുത്തു. ഇന്ന് വൈകുന്നേരം അവൻ്റെ അടുത്തെത്തി, അവനെ കണ്ടു, സംസാരിച്ചു കാര്യങ്ങൾ. തിരിച്ചു വന്നിട്ട് അവിടെയും വീഴ്ച തന്നെയാണ്. ട്രിവാൻഡ്രത്ത് സ്വന്തം നാട്ടിൽ വന്നു, ഭയങ്കര ഒരു വീഴ്ചയാണ്. ഞാൻ വിചാരിച്ചു എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ മകൻ്റെ എൻ്റെ 2 മക്കളുടെയും ക്രിക്കറ്റ് കളിയാണ് എൻ്റെ ഇപ്പോഴത്തെ എൻ്റർടൈൻമെൻറ്റ്, എൻ്റെ ഭാര്യയുടെ. അല്ല, തിരുവനന്തപുരത്ത് നമ്മളെ ഏറ്റവും വിഷമിച്ചത് ലാസ്റ്റ് ആ ക്ലൗ ഊരി ഇഷാന് കൊടുത്തതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് വേദന ഉണ്ടാക്കിയൊരു മൊമെൻ്റ് ആയിരുന്നു ശരിക്കും. അത് വേദനയല്ല, അതിനെ നമ്മൾ വേദനയായിട്ട് കാണുന്നില്ല. ഇഷാനും ഒരു സൂപ്പർ സ്റ്റാറിലെ ഇഷാൻ എന്ത് കുറവാണ്. ആ കുഞ്ഞിന് എന്താണ് കുഴപ്പം? അദ്ദേഹം സൂപ്പർ. ഇവിടെ വിക്കറ്റ് കീപ്പർമാർ നമ്മുടെ ഇതിനകത്തുള്ള ഋഷഭ് പന്തായിരുന്നാലും ഷാനായിരുന്നാലും രാഹുലായാലും സഞ്ജു ആയാലും അവരൊക്കെ എല്ലാവരും ഒന്നുക്കൊന്ന് ഇവര് തങ്ങളുള്ള കോമ്പറ്റീഷൻ ഭയങ്കരമല്ലേ. ഇവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ വമ്പൻ കോമ്പറ്റീഷൻ, വലിയ വിഷയമല്ലേ ഇവർ. അപ്പോൾ ആരാണ് കേമൻ? അവൻ കളിക്കുന്നു. അപ്പോൾ എൻ്റെ മകൻ ഫെയിലായി, അവൻ ഗ്ലൗ ഊരി മറ്റവന് കൊടുത്തു, എനിക്ക് വേദനയില്ല. ആ കുഞ്ഞ് കളിച്ചു പറ്റുന്നു. ഇത് വെറുതെ പറഞ്ഞല്ലേ, മനസ്സിലായി? എൻ്റെ മകൻ കളിച്ചില്ലോ, അടുത്തൊരുത്തൻ കളിക്കാൻ ഇരിക്കല്ലേ, അവൻ കളിക്കട്ടെ. മറ്റേത് നമ്മുടെ സ്വാർത്ഥത ഉണ്ടാവും. എനിക്ക് സ്വാർത്ഥതയില്ല സ്പോർട്സിൽ, എനിക്ക് സ്വാർത്ഥതയില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞത്, എൻ്റെ മകൻ കളിച്ചില്ലെങ്കിൽ മാറിയിരിക്കണം, മറ്റവർക്ക് അവസരം കൊടുക്കണം. അതാണ് ഞാൻ. അടുത്ത് ഒരു ഫീലിങ്ങും ഇല്ല. ഇപ്പോൾ സൂര്യകുമാർ യാദവിൻ്റെ കഥ പറയുന്നു, എല്ലാവരും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പല ലോക വാർത്തകളൊക്കെ ഞാൻ കേൾക്കുന്നു. സൂര്യകുമാർ വന്ന് തൊപ്പി ഊരി. എൻ്റെ വേറെ ഒരു ചാനലുകാർ ചോദിച്ചു, അയാൾ റിയൽ സ്പോർട്സ്മാൻ, അയാളുടെ പൊസിഷനല്ല നോക്കിയത്. ഞാൻ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനാണ്, ഞാൻ ഇന്ത്യൻ ടീമിൻ്റെ T20 എല്ലാമാണെന്നുള്ള ഒരു ചിന്തയല്ല അയാൾക്ക് അവിടെ. അയാളെ റിയൽ സ്പോർട്സ്മാൻ. എൻ്റെ ടീമിനെ എന്നെയും അവൻ ജയിപ്പിച്ചെങ്കിൽ അവൻ, അല്ലെങ്കിൽ പാണ്ഡ്യ ജയിപ്പിച്ചെങ്കിൽ പാണ്ഡ്യ, ആര് ജയിപ്പിച്ചാലും ശരി അദ്ദേഹം ചെയ്തിരിക്കണമല്ലോ, ചെയ്യണമല്ലോ. അതല്ലേ അത് ചെയ്തത് ഒരു സ്പോർട്സ്മാൻ ചെയ്തതാണ്. ഈ സൂര്യകുമാർ സഞ്ജു തമ്മിൽ നല്ലൊരു സൗഹൃദം പലപ്പോഴും തോന്നിയിട്ട് അത് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? സൂര്യകുമാർ തന്നെയാണ് സഞ്ജുവിനെ ഇപ്പം ഈ നിലയിൽ, അല്ലെങ്കിൽ ഗൗതം ഗംഭീർ ഭായി തന്നെയാണ്, ഈ 2 പേരും തന്നെയാണ് സഞ്ജു ഇപ്പോൾ T20 ഇങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് 2-3 മാച്ചുകളൊക്കെ നമ്മൾ 2024 മുതൽ നമ്മൾ സഞ്ജുവിനെ കാണാൻ തുടങ്ങിയത്. ഈ 2 പേഴ്സണാലിറ്റിയുമാണ് നമ്മുടെ പിള്ളേരെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ഒരു, നമ്മൾ കേരളക്കാരെല്ലാം സഞ്ജു കളിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, മാക്സിമം ക്രിക്കറ്റ് നോക്കുന്നവരൊക്കെ അങ്ങനെ. അപ്പോൾ ആ ഒരു സ്ഥാനത്ത് ഈ നമ്മുടെ പൊടിയൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ സപ്പോർട്ട്. അവരവനെ താങ്ങിയില്ലെങ്കിൽ അവരില്ല. അപ്പോൾ അതുപോലെ തന്നെ അവർ ചോദിച്ചു, പിന്നെ സൂര്യകുമാർ കളിയാക്കിയെന്ന് പറയുന്നു. അതായത് പത്രസമ്മേളനത്തിനിടെ, അതായത് അഭിഷേകിന് വേണ്ടിയോ തിലകിന് വേണ്ടിയോ, അങ്ങനെ ഒരു ചോദ്യത്തെ നിങ്ങൾ വേറെ ലെവലിലോട്ട് കൊണ്ടുപോവാണ്. എൻ്റെ മകനെ സൂര്യകുമാർ കളിയാക്കിയെന്ന രീതിയിൽ കൊണ്ടുപോകാം, അങ്ങനെയല്ല. കാരണം സഞ്ജുവിനെ പോലെ, അഭിഷേകിനെ പോലെ, പിന്നെ സൂര്യയെ പോലെ തിലകും അഭിഷേകും ഒക്കെ പക്ക ഒരു അവിഭാജ്യ ഘടകമാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ T20. അപ്പോൾ അവരെ മാറ്റി നിർത്തിയോ എന്നൊരു ചോദ്യം ചോദിച്ചത് തെറ്റായിട്ട് വ്യാഖ്യാനിച്ചതാണ് എൻ്റെ പ്രശ്നം. ശരി, ആ ഒരു സ്ലാങ്ങിൽ നമുക്കൊരു വ്യത്യാസം ഉണ്ടായി, അദ്ദേഹത്തിൻ്റെ ഒരു വർത്തമാന സ്ലാങ്ങിൽ വന്നു. പക്ഷേ സൂര്യകുമാർ എന്ന ക്യാപ്റ്റൻ്റെ കീഴിൽ കളിക്കുന്ന തിലക് വർമ്മയോ അഭിഷേകോ അവർ അൺബീറ്റഡാണ്. അവരെ മാറ്റി നിർത്തിക്കൊണ്ട് സഞ്ജുവിനെ ചിന്തിക്കാൻ പറ്റില്ല. അയാൾ എന്ത് തെറ്റ് പറഞ്ഞു? സഞ്ജുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് പല കളികളും കളിച്ചു, അത് വേറെ വിഷയം. പക്ഷെ അവരെയും സഞ്ജുവും അവരുടെ കൂടെ ഉണ്ടാവണം.
ഈ സ്ക്വാഡിൽ T20 സ്ക്വാഡിൽ ഇപ്പം നമ്മുടെ ഗിൽ അനിയൻ ഗില്ല് നമ്മുടെ മക്കളുടെ പ്രായം ആ കുഞ്ഞ് വന്ന് കയറി. അവനും ഇവിടെ ഒരു പൊസിഷൻ അർഹിക്കുന്നു. ഇന്ത്യൻ ടീമിൻ്റെ T20യിൽ അയാൾ IPL ഒരു ടീമിനെ ലീഡ് ചെയ്യുന്നു, നന്നായി കളിക്കുന്നു. അയാൾ ഇതിൽ അയാളെ മാറ്റിക്കൊണ്ട് എൻ്റെ മോനെ കയറ്റണം, അല്ലെങ്കിൽ അയാൾ വന്ന് കയറി എൻ്റെ മകൻ ഇല്ലാതായി എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഇവരൊക്കെ അർഹിക്കുന്നത് പോലെ അഭിഷേക് ശർമ്മ, തിലക് വർമ്മ, നമ്മുടെ ഇഷാൻ കിഷൻ, ഇവരൊക്കെ അർഹിക്കുന്നത് പോലെ എൻ്റെ മകനും ഇതിനകത്തൊരു സ്ഥാനം അർഹിക്കുന്നു. ആരെപ്പോലെ നമ്മുടെ നമ്മുടെ ബാക്കിയുള്ളവരെ പോലെ നമ്മൾ, അതായത് ഗില്ലിനെ പോലെ ഇവരെല്ലാവരെയും കൂടെ എൻ്റെ മകൻ അതിനകത്തൊരു ഭാഗമാണ്. അവിടെയാണ് നമുക്ക് പ്രയാസം. എൻ്റെ മകനെ ഒഴിവാക്കി നിർത്താൻ പറ്റിയൊരു ബാറ്റർ അല്ല എന്നുള്ളതൊരു. അവനെ ഒഴിവാക്കിയിട്ട് ഒരാൾ വന്ന് കയറി, അയാൾ വന്ന് കയറട്ടെ, അയാൾ ഓപ്പൺ ചെയ്യട്ടെ. സഞ്ജു 1 ഡൗൺ 2 ഡൗൺ 100% കളിക്കാൻ പ്രാപ്തനാണ്. ഇത്രയും കാലം അവൻ 1 ഡൗൺ ആണ് IPL കളിക്കുന്നത്, T20 കളിക്കുന്നത്. അത് മാറ്റിയതില്ല പ്രയാസം. ആ കുഞ്ഞ് വന്ന് കയറിയതിൽ എനിക്ക് പ്രയാസമില്ല, കാരണം അയാൾ അർഹിക്കുന്നു. അതെ, ശുഭ്മാൻ ഗിൽ 100% T20 ക്രിക്കറ്റിൽ പൊസിഷൻ അർഹിക്കുന്നു. ഒരു സീസൺ തെറ്റായി വന്നു, അയാൾ അല്പം സ്ലോ ആയി. പക്ഷേ എൻ്റെ പ്രയാസം ഇത്രയേ ഉള്ളൂ. എൻ്റെ മകനെ ഒഴിവാക്കിയതായി പ്രയാസമുള്ളൂ. അല്ല, ശുഭ്മാൻ ഗിൽ വന്ന് കയറിയതിൽ എനിക്ക് പ്രയാസമില്ല. അത് കാരണം ബാല്യകാലം മുതലേ അയാളും ഇതിൻ്റെ പുറകെ കൂടിയിരിക്കാൻ, അയാളും വേറെ ജീവിതമില്ല. ക്രിക്കറ്റ് അയാൾ ക്രിക്കറ്റാണ്, ഒരു പക്ക ബാറ്ററാണ്. അതിലൊന്നും ആശയമല്ല. എനിക്കെൻ്റെ പിള്ളേയും കൂടെ ഇതിനകത്ത് ഉണ്ടാവണം എന്നുള്ള ചിന്ത. ഇവരുടെ ഈ ഒരു കോമ്പിനേഷൻ തെറ്റായിരുന്നു എന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടു. വീണ്ടും സഞ്ജുവിനെ അവർക്ക് ഇറക്കേണ്ടി വന്നു ഓപ്പണിങ്ങിൽ തന്നെ. അപ്പം ആ ഒരു തെറ്റ് അവർ തിരുത്തി എന്ന് തോന്നുന്നുണ്ടോ? കോമ്പിനേഷൻ തെറ്റായെന്നല്ല പറഞ്ഞു. കോമ്പിനേഷൻ തെറ്റെന്ന് നമ്മൾ പറയുന്നത് ശരിയല്ല. കാരണം സ്പോർട്സിൽ ഏറ്റക്കുറച്ചുകൾ വരും. എല്ലാ ദിവസവും ഒരുത്ത് 50 അടിക്കണമെന്നില്ല. അപ്പം സഞ്ജുവിനെ മാറ്റിയിട്ട് ഒരു ഓപ്പണിംഗ് പ്രോഗ്രാം അവരുണ്ടാക്കിയെങ്കിൽ അവർക്ക് കളിക്കാൻ അറിയാമെന്നുള്ളതാണ്. അവർ പെർഫോം ചെയ്ത് വന്നത്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലൊക്കെ അവർ വർക്കൗട്ട് ചെയ്ത് നന്നായി ചെയ്ത് വന്നുകൊണ്ടാണ് അവർ ഇതിനകത്ത് കയറ്റിയത്. ഇവിടെ എനിക്കാരോടും അങ്ങനെയല്ല. അയാൾ ഇഷാൻ കിഷൻ ഭയങ്കരമായി പെർഫോം ചെയ്യാൻ ഒന്നും അറിയത് ഇതിനകത്തൊന്ന് കളിക്കുന്നത് 100%. അതെ, ഞാൻ എൻ്റെ എൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ മകൻ ഇന്ത്യൻ T20 ക്രിക്കറ്റിനകത്ത് ഇവരെ പോലെ ഒരു പൊസിഷൻ അർഹിക്കുന്നു. അത് എല്ലാവരും ചോദിക്കുന്നത് ഒരാൾക്ക് പനി വരുമ്പോഴോ അല്ലെങ്കിൽ ഒരാൾ ഇല്ലാത്തപ്പോഴോ പകരം കയറേണ്ട ആളാണോ സഞ്ജു എന്നുള്ളതാണ്. അതല്ലെന്നാണ് ഞാനും പറഞ്ഞത്. ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. എൻ്റെ മകൻ ഇവരെ പോലെയൊക്കെ ഇതിനകത്ത് ഒരു സ്ഥാനം അർഹിക്കുന്നു. അവൻ ഓപ്പണർ ആകണമെന്നില്ല. അവൻ 1 ഡൗൺ കളിക്കാൻ പറ്റും, 2 ഡൗൺ കളിക്കാൻ പറ്റും. 8ാമത്തെ പൊസിഷൻ വരെ ഇറങ്ങിയിട്ടുണ്ട്. അത് ഇറങ്ങിയത് നിങ്ങൾ ഇറക്കിയത്, അത് ആ പൊസിഷൻ അവൻ അർഹിക്കുന്നില്ല. അത് ഞാൻ പറഞ്ഞത്. എൻ്റെ മകൻ 8ാമതോ 5ാമതോ ഒന്നും അർഹിക്കുന്നില്ല. അവനൊരു ടോപ്പ് ഓർഡറിൽ ഒരു 3-4 പൊസിഷൻ വരെ അവൻ അത് അർഹിക്കുന്നു. അവനത് നിങ്ങൾക്ക് ചെയ്ത് തന്നതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മുടെ രാജ്യത്തിൻ്റെ ടീമിന് വേണ്ടി അവൻ സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 2 സെഞ്ചുറി അടിച്ച് തന്ന ഒരു തന്നെ നിങ്ങൾ ഇത്രയും പെട്ടെന്ന് ഇത്രയും വേറൊരിടത്ത് പരീക്ഷിക്കാതെ, അത് കഴിഞ്ഞ് വന്ന ഏഷ്യ കപ്പിൽ അവൻ ഓപ്പണറായിട്ട് നിങ്ങൾ പരീക്ഷിക്കാതെ എടുത്തു മാറ്റിയത്, അതിനെക്കുറിച്ചാണ് ഒരു പ്രയാസം. ആ ഒരു പ്രയാസം നമുക്ക് ഉണ്ടാവില്ല, അതുണ്ടാവില്ല.